So next we can see what are the different approaches to training needs assessment. അതായത് ട്രെയിനിങ് നീഡ്സ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടേക്കാണ് ട്രെയിനിങ് അത്യാവശ്യമായിട്ടുള്ളത്, ഏതൊക്കെ മേഖലകളിലാണ്, അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് നീഡ്സ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ അപ്രോച്ചസ് ആണ് കമ്പനി ഫോളോ ചെയ്യുന്നത് നോക്കാം. ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് കമ്പനീസ് യൂസിങ്. അതായത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ആവശ്യം വരിക? കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ആ ജോബിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒന്നായിരിക്കും, പക്ഷേ എംപ്ലോയി ചെയ്യുന്നത് വേറെ ഒന്നായിരിക്കും. അതായത് ആക്ച്വൽ പെർഫോമൻസ് ഓഫ് ദി എംപ്ലോയി ആൻഡ് വാട്ട് ദ എംപ്ലോയി ഈസ് എക്സ്പെക്റ്റഡ് ടു ഡു ഓൺ ദ ജോബ്. വെൻ ദർ ഈസ് എ വേരിയേഷൻ, അവിടെ ഒരു വേരിയേഷൻ ഉണ്ടാകുന്ന സമയത്താണ് കമ്പനി ഏതിലേക്ക് കടക്കുന്നത്? ടു ഐഡൻറ്റിഫൈ ദ റേഞ്ച് ഓഫ് ട്രെയിനിങ് നീഡ്സ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് അപ്രോച്ചസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സർവേ. അതായത് കമ്പനി എന്ത് ചെയ്യും? ഈ പൊട്ടൻഷ്യൽ ട്രെയിനീസിൻ്റെ ഇടയിൽ ഒരു സർവേ കണ്ടക്ട് ചെയ്യും. And it suggests that the trainees are more likely to be receptive to the resulting programs when they are viewed as relevant. ഓക്കെ, അതായത് സർവേ കണ്ടക്ട് ചെയ്തിട്ട്, സർവേ എന്ന് പറഞ്ഞാൽ ടു ഐഡൻറ്റിഫൈ ദ സ്പെസിഫിക് ടോപ്പിക്സ് അബൌട്ട് വിച്ച് ദേ വാണ്ട് ടു ലേൺ മോർ. ഓക്കെ, അപ്പോൾ എന്തിനെക്കുറിച്ചാണോ അവർ കൂടുതൽ മനസ്സിലാക്കേണ്ടത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു സർവേയാണ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകും എത്രത്തോളം ആ എംപ്ലോയിക്ക്, ഓരോ എംപ്ലോയീസിനും ഏതെങ്കിലും അതായത് അവർക്ക് എന്തിൻ്റെങ്കിലും കുറവുകളുണ്ടോ അങ്ങനെയൊക്കെയുള്ളത് മനസ്സിലാക്കാൻ പറ്റും ആ സർവേയിലൂടെ. അപ്പോൾ ഒരു നീഡ് അസസ്മെൻറ്റ്, ട്രെയിനിങ് നീഡ് അസസ്മെൻറ്റിനുള്ള ഒരു അപ്രോച്ച് എന്താണ്? സർവേ മെത്തേഡ്. ദെൻ സെക്കൻഡ് വൺ ഇസ് ഗ്രൂപ്പ് റെക്കമെൻഡേഷൻസ് ഉണ്ട്. ഗ്രൂപ്പ് റെക്കമെൻഡേഷൻസിൽ പലതരത്തിൽ ചെയ്യുന്നുണ്ട്. അതായത് ഗ്രൂപ്പ്സ് എക്സ്പെർട്ടൈസ് മേ ബി ടാപ്പ് ത്രൂ എ ഗ്രൂപ്പ് ഡിസ്കഷൻ, എ ക്വസ്റ്റിനെയർ, ദ ഡെൽഫി പ്രൊസീജിയർ ഓർ എ നോമിനൽ ഗ്രൂപ്പ് മീറ്റിംഗ്. അപ്പോൾ എങ്ങനെ വെച്ചിട്ട് നമുക്ക് ഗ്രൂപ്പിൻ്റെ എന്താ പറയുക ഇതെടുക്കാൻ പറ്റും. അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷനിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് നിങ്ങൾക്കറിയാമല്ലോ, GD നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ റിസംബിൾസ് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ടെക്നിക്. അതായത് ഒന്നുകിൽ സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആക്കി ഫോം ചെയ്യും, അല്ലെങ്കിൽ ഫോർമൽ ഓർ ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ആയിട്ട് ഫോം ചെയ്ത് ഡിസ്കസ് ചെയ്യുക. സോ ഇറ്റ് ക്യാൻ ബി ഫോക്കസ്ഡ് ഓൺ ജോബ് അനാലിസിസ്. ഈ ഡിസ്കഷനിൽ എന്താ ഫോക്കസ് ചെയ്യുകയെന്ന് വെച്ചാൽ ഒന്നുകിൽ ജോബ് അനാലിസിസ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതായത് ജോബിനെ കുറിച്ചിട്ടുള്ള മൊത്തമായിട്ടുള്ള ഒരു സ്റ്റഡി. Then group problem analysis, group goal setting or any other number of group task or themes. അപ്പോൾ ഈ ഗ്രൂപ്പ് ഡിസ്കഷന് എന്ത് കിട്ടുന്ന പറയുന്നത് one or several of the familiar groups facilitating techniques such as brainstorming, nominal group process, etc. These are used for group discussion. അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണെന്ന് വെച്ചാൽ സ്പോട്ട് സിന്തസിസ്. അതായത് ഇറ്റ് പെർമിറ്റ്സ് ഓൺ ദ സ്പോട്ട് സിന്തസിസ് ഓഫ് ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സ്. then it build support for the particular service response that is ultimately decided on. It decreases clients dependence response towards the service provider since the data analysis is a shared function. Then it helps participants to become better problem analysts, better listeners. Okay, ഈ ഡിസഡ്വാൻറ്റേജസ് വരുന്ന സമയത്ത് ടൈം കൺസ്യൂമിംഗ് ആണ് നടത്തുന്ന ആൾക്കും കൺസൾട്ടൻറ്റിനും ഏജൻസിക്കും. Then it can produce data that are difficult to synthesize and quantify problem with less structured technique എന്നാണ് പറയുന്നത്. So these are the two disadvantages of ഇതിൽ നിങ്ങൾ എന്താണ് GD എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി വരുന്നതാണ് ക്വസ്റ്റ്യനെയറാണ്. വേറൊരു ഗ്രൂപ്പ് റെക്കമെൻഡേഷനിൽ വരുന്ന വേറൊരു മെത്തേഡാണ് ട്രെയിനിങ് നീഡ് എന്താ പറയുക അസസ് ചെയ്യാനുള്ള. ഈ ക്വസ്റ്റ്യനെയറിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യനെയർ മേ ബി എന്ന് പറയുന്നത്, ക്വസ്റ്റ്യനെയർ എന്താ നിങ്ങൾക്കറിയാലോ. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഡാറ്റ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടുകൊണ്ട് അവരോട് അത് ഫില്ല് ചെയ്യാൻ പറയുക ചെയ്യുക. അതാണ് ക്വസ്റ്റ്യനെയർ ടെക്നിക് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് സർവേ ഓർ പോൾസ് ഓഫ് എ റാൻഡം ഓർ സ്ട്രാറ്റിഫൈഡ് സാമ്പിൾ ഓഫ് റെസ്പോണ്ടൻസ് ഓർ എൻ എന്യൂമറേഷൻ ഓഫ് ദി എൻറ്റയർ പോപ്പുലേഷൻ റാങ്കിങ്.
അതായത് നമുക്കിപ്പോൾ മൊത്തമായിട്ട് സ്റ്റഡി നടത്താം അല്ലെങ്കിൽ റാൻഡം നടത്താം. എന്താണെന്നൊക്കെ അറിയാലോ. ഇപ്പം 50 എംപ്ലോയീസിൻ്റെ 50 എംപ്ലോയീസിൻ്റെ അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യനെയർ അവർക്ക് കൊടുത്തുകൊണ്ട് ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ മൊത്തമായിട്ട് നടത്തും പോപ്പുലേഷൻ. നേരെ മറിച്ച് റാൻഡം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 50-100 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഒരു 10-20 ആളെ കൊണ്ട് ഈ ക്വസ്റ്റ്യനെയറൊക്കെ ഫില്ല് ചെയ്യിച്ചൊരു ഏകദേശം ഐഡിയ കിട്ടും എവിടെയാണ് അവർക്ക് എന്തിൻ്റെയൊക്കെ കുറവുകളാണുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണം. അപ്പോൾ 2 തരത്തിൽ വേണമെങ്കിലും ചെയ്യാം. സോ ഇറ്റ് ക്യാൻ യൂസ് എ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്. ഇനി ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കാൻ വേണ്ടി ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. അതായത് നിങ്ങൾക്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഫോഴ്സ്ഡ് ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, പ്രയോറിറ്റി കണ്ടീഷൻസ് ഓർ മേ റിക്വയർ ദ പ്രസൻസ് ഓഫ് ദ ഇൻ്റർപ്രിറ്റർ ഓർ അസിസ്റ്റൻറ്റ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാം. ഇറ്റ് ക്യാൻ റീച്ച് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ എ ഷോർട്ട് ടൈം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. പിന്നെ ഇൻഎക്സ്പെൻസീവാണ്. പിന്നെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് മേക്സ് ലിറ്റിൽ പ്രൊവിഷൻ ഫോർ ഫ്രീ എക്സ്പ്രഷൻ ഓഫ് അൺആൻറ്റിസിപ്പേറ്റഡ് റെസ്പോൺസസ്. അതായത് ക്വസ്റ്റ്യനെയർ കൂടെ എത്രത്തോളം ആളുകൾ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുള്ളത് പറയാൻ പറ്റില്ല. ആൻഡ് ഇറ്റ് റിക്വയർസ് സബ്സ്റ്റാൻഷ്യൽ ടൈം ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇഫക്റ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ്. ദെൻ ഇറ്റ് സഫേഴ്സ് ലോ റിട്ടേൺ റേറ്റ്സ്, grudging responses and unintended and എന്താ പറയുക ഇൻഅപ്രോപ്രിയേറ്റ് റെസ്പോണ്ടൻസ്. അതായത് ഇൻഅപ്രോപ്രിയേറ്റ് റെസ്പോണ്ടൻസ് എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് അങ്ങോട്ട് താല്പര്യം ഉണ്ടാവില്ല ഒന്നും പുറത്തതാക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പം കറക്റ്റായിട്ടുള്ളതൊന്നും ആയിരിക്കില്ല അവർ ടിക്ക് ചെയ്യുക. മനസ്സിലായല്ലോ. സോ ദീസ് ആർ ദ 2 എന്താ പറയുക ഗ്രൂപ്പ് റെക്കമെൻഡേഷൻ മെത്തേഡ്സ് ഫോർ ട്രെയിനിങ് നീഡ് അസസ്മെൻറ്റ്. ഇനി നമുക്ക് വരുന്നത് ടാസ്ക് ഐഡൻറ്റിഫിക്കേഷൻ ആണ്. മൂന്നാമത്തെ ഒരു മെത്തേഡാണ് ട്രെയിനിങ് നീഡ്സ് അസസ് ചെയ്യാനുള്ള ടാസ്ക് ഐഡൻറ്റിഫിക്കേഷൻ. ഈ ടാസ്ക് ഐഡൻറ്റിഫിക്കേഷനിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജോബ് ഡിസ്ക്രിപ്ഷൻ ഇസ് ഇവാലുവേറ്റഡ് ടു ഐഡൻറ്റിഫൈ ദ സൈലൻറ്റ് ടാസ്ക് ദ ജോബ് റിക്വയർ. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ജോബ് അനാലിസിസ് ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതല്ലേ. അപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ നടത്തിയിട്ട് അവരെന്ത് ചെയ്യുന്ന പറയുന്നത് എന്തൊക്കെയാണ് ഈ ജോബിന് വേണ്ടിയിട്ടുള്ള ടാസ്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യും. വൺസ് ദ ട്രെയിനേഴ്സ് ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദോസ് ടാസ്ക്, സ്പെസിഫിക് പ്ലാൻസ് ആർ ഡെവലപ്ഡ് ടു പ്രൊവൈഡ് നെസസറി ട്രെയിനിങ്. ഓക്കെ, അതാണ് ടാസ്ക് ഐഡൻറ്റിഫിക്കേഷനിൽ ചെയ്യുന്നത്. പിന്നെ വരുന്നത് HR വീക്ക്നെസ്സസ് ആണ്. HR വീക്ക്നെസ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ റിസോഴ്സ് ആക്ടിവിറ്റീസ് തന്നെ ചിലപ്പം എന്തായിരിക്കുന്ന പറയുന്നത് വീക്കായി പോവുക. അതായത് ചിലപ്പോൾ പ്ലേസ്മെൻറ്റിൽ എന്തെങ്കിലും ശരിയല്ലാത്ത രീതിയിൽ പ്ലേസ് ചെയ്യുക എംപ്ലോയീസിനെ, അവരെ സെലക്ട് ചെയ്തതിൽ എന്തെങ്കിലും പറ്റിപ്പോവുക, അങ്ങനെ ചില സമയത്ത് എന്താ പറയുക അത്ര നല്ലൊരു രീതിയിലല്ല റിക്രൂട്ട്മെൻറ്റ് നടന്നതെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും HR വീക്ക്നെസ്സസ് ഉണ്ടാവാം. ദാറ്റ് മേ ലീഡ് ടു വർക്കേഴ്സ് വിത്ത് ഡെഫിഷ്യൻസീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ഈ എറേഴ്സ് എന്താക്കണം എന്നാണ് പറയുന്നത്. ദീസ് എറേഴ്സ് ഇൻ ദീസ് ആക്ടിവിറ്റീസ് മേ കം ഫ്രം വീക്ക്നെസ്സസ് ഇൻ HR പ്ലാനിങ് അല്ലെങ്കിൽ ജോബ് ഡിസൈൻ ഓർ ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് മേ ബി നീഡഡ് ടു ഇൻക്രീസ് ദ വർക്കേഴ്സ് പെർഫോമൻസ് ഓർ ഇറ്റ് മേ മോഡിഫൈ അതർ ആക്ടിവിറ്റീസ് ടു എൻഷുർ എ ബെറ്റർ ഫിറ്റ് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് പെർഫോമൻസ്. അതായത് കമ്പനിക്ക് തന്നെ പറ്റിപ്പോയത് HR പ്ലാനിങ്ങിൽ വന്ന പല വീഴ്ചകളും കാരണം എംപ്ലോയീസ് ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെന്താണോ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഫോൾട്ട് അത് കണ്ടുപിടിച്ചും കൊണ്ട് അതിനെന്ത് കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ അതർ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ. അതർ സോഴ്സസിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ റിവ്യൂയിങ് ദ സോഴ്സസ് ഓഫ് അതായത് എന്തെങ്കിലും റിപ്പോർട്ടൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുക. അതായത് റിപ്പോർട്ട് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ റിപ്പോർട്ട് നോക്കുക, ക്വാളിറ്റി കൺട്രോൾ റിപ്പോർട്ട്, പിന്നെ ഗ്രിവാൻസസ്, സേഫ്റ്റി റിപ്പോർട്ട്, ആബ്സെൻറ്റീസം, ഇങ്ങനെയുള്ള രജിസ്റ്റേഴ്സൊക്കെ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശ ഐഡിയ കിട്ടും. പിന്നെ അതേമാതിരി എക്സിറ്റ് ഇൻ്റർവ്യൂ നടത്തുമല്ലോ, അപ്പോൾ അതിലെന്തൊക്കെയാണ് എംപ്ലോയീസിൻ്റെ അവരുടെ റിപ്ലൈ നോക്കിയിട്ട് അതൊക്കെ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള റിപ്പോർട്ട് നോക്കിയും കൊണ്ട് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്. ആ റിപ്പോർട്ടിൽ എന്തുണ്ടാവും എന്ന് വെച്ചാൽ ഇറ്റ് റിവീൽസ് ദ പ്രോബ്ലംസ് ദാറ്റ് ഷുഡ് ബി അഡ്രസ്ഡ് ത്രൂ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എഫേർട്സ്. അപ്പോൾ ആ പ്രോബ്ലംസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഏരിയയിലും ട്രെയിനിങ് കൊടുക്കാം. അങ്ങനെയും വേണമെങ്കിൽ ട്രെയിനിങ് നീഡ്സ് അസസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് എന്താണ്, അതൊക്കെ ഇറ്റ് ഈസ് റെഡിലി അവൈലബിൾ. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് ഒബ്ജക്റ്റീവ് എവിഡൻസ് ഓഫ് ദ റിസൾട്ട്സ് ഓഫ് പ്രോബ്ലംസ് വിത്തിൻ ദ ഏജൻസി ഓർ ഗ്രൂപ്പ്. ഏതിലാണ് കൂടുതൽ എന്താണോ ആ ഏജൻസി ആ ഒരു അവരുടെ പ്രോബ്ലം എന്നുള്ളതേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദെൻ ഇറ്റ് ക്യാൻ ബി കളക്റ്റഡ്
with a minimum of effort and interpretation of workflow since it already exists at the work site. Okay. Then disadvantages എന്ന് പറയുമ്പം it carries viewpoint that generally reflect the past situation rather than current or റീസൺ. അതായത് നമ്മൾ ഈ റിപ്പോർട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി പാസ്റ്റിനെ കുറിച്ചിട്ടുള്ളത് മാത്രമേ കിട്ടുള്ളൂ. കറൻറ്റായിട്ട് എന്ത് വേണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ഐഡിയ കിട്ടില്ല. അതൊരു ഡ്രോബാക്കാണ്. പിന്നെ സ്കിൽഡ് ഡാറ്റ അനലിസ്റ്റ് ഇസ് റിക്വയർഡ് ഇഫ് ക്ലിയർ പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ് ആർ ടു ബി എമേർജ്ഡ് ഫ്രം സച്ച് ടെക്നിക്കൽ ആൻഡ് ഡിസമിനേറ്റ് റോ ഡാറ്റ. അപ്പോൾ ഇത് ശരിക്കും ഒന്ന് അതിനെ കുറിച്ച് നല്ലൊരു അനാലിസിസ് നടത്തണമെങ്കിൽ സ്കിൽ ഡാറ്റ അനലിസ്റ്റുകളെ ആവശ്യം വരും. മനസ്സിലായല്ലോ. ദെൻ നെക്സ്റ്റ് കംസ് എന്താണ് സൂപ്പർവൈസേഴ്സ്. അതായത് സൂപ്പർവൈസേഴ്സ് എങ്ങനെയാണ് നീഡ് അനാലിസിസ് നടത്തുന്നതെന്ന് വെച്ചാൽ ദേ ആർ ഏബിൾ ടു ഒബ്സർവ് എംപ്ലോയീസ് ഓൺ ഡെയിലി ബേസിസ്. അപ്പോൾ ദേ മേ റെക്കമെൻഡ് എൻ എംപ്ലോയി ഫോർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആസ് റിവാർഡ് ഫോർ ഗുഡ് എംപ്ലോയീസ്. ഓക്കെ. അപ്പം സൂപ്പർവൈസേഴ്സ് ഡെയിലി ഇങ്ങനെ നോക്കി നടക്കും ആർക്കൊക്കെയാണ് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുള്ളത്, അങ്ങനെ നോക്കിങ്ങാണ്ട് സജസ്റ്റ് ചെയ്യും. ദെൻ സെൽഫ് നോമിനേഷൻ ഉണ്ട്. സെൽഫ് നോമിനേഷനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എംപ്ലോയി തന്നെ എന്താക്കുക, അവർ തന്നെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് മുതിരായി. എംപ്ലോയീസ് ആർ ആസ്ക്ഡ് ടു നോമിനേറ്റ് ദംസെൽസ് ഫോർ training and development programs where they want the difference in between their expected skills and actual. Okay, so these are the different approaches for assessing training needs. Okay,